എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് ഭദ്രകാളി ഉപാസന കൊണ്ടുള്ള നേട്ടം എന്താണ്, അല്ലെങ്കിൽ ഭദ്രകാളി ഭഗവതിയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഭദ്രകാളി പ്രാധാന്യമുള്ളത് എന്നീ കാര്യങ്ങളാണ്. ഭദ്രകാളി ഉപാസന പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം. മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, 30 വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ അതിന് പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ ഭഗവതിക്ക് ഏറ്റവും പ്രധാനം ചുവന്ന തെച്ചിപ്പൂവ് അല്ലെ ചെമ്പരത്തി പൂവ് അതുപോലെയുള്ള പുഷ്പങ്ങൾ കൊണ്ട് പൂജയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നതാണ്. ചുവന്ന പട്ട് അർപ്പിക്കുക, ചുവന്ന മാലകൾ, പിന്നെ ഗുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി വഴിപാടായിട്ട് ചെയ്യുക, ഗുരുതി തർപ്പണമൊക്കെ. പിന്നെ കടും പായസം, പിന്നെ അപ്പം, ഉണ്ണിയപ്പമൊക്കെ കരയിലുണ്ടാക്കുന്ന അപ്പങ്ങൾ, പിന്നെ ഒറ്റയപ്പം, ഇതൊക്കെ ഭദ്രകാളിക്ക് വളരെ വിശേഷമാണ്. ഭദ്രകാളി ഉപാസകന്മാർ പ്രധാനമായിട്ടും മന്ത്രവാദ വിഷയം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ശക്തി നൽകുന്ന ഒരു ദേവിയാണ് ഭദ്രകാളി. ബാധാദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ശത്രുദോഷങ്ങൾ മാറ്റാനൊക്കെ ഏറ്റവും നല്ലതാണ് ഭദ്രകാളിയുടെ ഉപാസന ഉണ്ടാവുന്നത്. അതല്ലേ പോലും മനോധൈര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിന് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്കാണെങ്കിൽ മംഗല്യകാര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഉപാസിക്കാവുന്ന ഒരു ശക്തിയുള്ള ദേവിയാണ് ഭദ്രകാളി. മനോധൈര്യം അതേറ്റവും പ്രധാനമാണ്. മനോധൈര്യം ഇല്ലാത്തവർ ഉപാസിക്കേണ്ട ഒരു മൂർത്തി കൂടെയാണ് ഭദ്രകാളി. പ്രത്യേകിച്ച് മൂലനക്ഷത്രക്കാരൊക്കെ ഭഗവതിയെ ഉപാസിച്ചാൽ ഏറ്റവും ഗുണം ചെയ്യും. മൂലനക്ഷത്രക്കാർ ഒക്കെ ഭദ്രകാളിക്ക് പ്രത്യേകം പ്രാർത്ഥനകൾ, പൂജാ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഭദ്രകാളി ഉപാസകന്മാർ വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുകയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് ശക്തി വർദ്ധിക്കും, ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും, ജീവിത വിജയം ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധി ഉണ്ടാവും, രോഗശമനം ഉണ്ടാവും, സർവമംഗളങ്ങളും ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ദേവീ മഹാത്മ്യത്തിലെ കവച സ്തോത്രവും അർഗള സ്തോത്രവും കീലകം, ഹൃദയമന്ത്രവും, പിന്നെ ദുർഗാ സപ്തശ്ലോകിയൊക്കെ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസം അല്ലെ പതിവായിട്ട് ജപിക്കുന്നതും ഒക്കെ ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ്. ദേവീ മഹാത്മ്യം ഏത് ദേവീ സങ്കേതത്തിൽ ജപിച്ചാലും പുണ്യമാണ്. എന്നാൽ പോലും ഭദ്രകാളിയുടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയും ഈ ഒരു മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ജീവിത വിജയത്തിനും മനസ്സിന് ഏകാഗ്രത കിട്ടാനും മനസ്സിന് ശാന്തത കിട്ടാനും മനസ്സ് എല്ലാ നന്മകളുണ്ടാവാനും പ്രാർത്ഥിക്കാവുന്ന ഒരു മൂർത്തി കൂടെയാണ് ഭദ്രകാളി. ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം ജീവിത വിജയം ഉണ്ടാക്കട്ടെ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.